നമസ്കാരം. വാഹനാപകട കേസുകളിൽ പരിക്കിന്റെ കാഠിന്യം അനുസരിച്ച് എത്ര രൂപ നഷ്ടപരിഹാരം ലഭിക്കും എന്നാണ് നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ക്രീനിൽ കാണുന്നത് MICT കോടതിയിൽ നിന്നുള്ള ഒരു അവാർഡാണ്. ഇത് 2018 സംഭവിച്ച ഒരു അപകടമാണ്. പരാതിക്കാരൻ ഒരു മോട്ടോർ സൈക്കിൾ ഓടിച്ചു പോകുമ്പോൾ മറ്റൊരു മോട്ടോർ സൈക്കിൾ വന്നിടിച്ചാണ് അപകടമുണ്ടായത്. അപകട സമയം പരാതിക്കാരന് 67 വയസ്സുണ്ടായിരുന്നു. പരാതിക്കാരൻ ഒരു കൃഷിക്കാരനായിരുന്നു എന്നാണ് പ്ലീഡ് ചെയ്തിരിക്കുന്നത്. മാസ വരുമാനം കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ ജഡ്ജ്മെന്റ് അനുസരിച്ച് 11,500 രൂപ കോടതി നോഷണൽ ഇൻകം കണക്കാക്കി. ഇഞ്ചുറി പറഞ്ഞിരിക്കുന്നത് 9ാമത്തെ പാരഗ്രാഫിലാണ്. ഈ കേസിലെ ഇഞ്ചുറി കമ്മ്യൂട്ടഡ് ഫ്രാക്ചർ ഓഫ് തേർഡ് ആൻഡ് ഫോർത്ത് പ്രോക്സിമൽ ഫാലഞ്ച് ഓഫ് റൈറ്റ് ഹാൻഡ്, swelling, tenderness of third and fourth fingers of right hand and lacerated wound 1x2 cm web space of fourth finger of right hand ഇവയാണ്. അതായത് കമ്മ്യൂട്ടഡ് ഫ്രാക്ചർ ഓഫ് തേർഡ് ആൻഡ് ഫോർത്ത് പ്രോക്സിമൽ ഫലഞ്ച് ഓഫ് റൈറ്റ് ഹാൻഡ് എന്നാൽ വലത് കൈയിലെ നടുവിരലിന്റെയും മോതിര വിരലിന്റെയും അടിഭാഗത്തെ അസ്ഥികൾ പല കഷണങ്ങളായി പൊട്ടിപ്പോവുക എന്നതാണ്. swelling and tenderness of third and fourth finger of right hand എന്നാൽ നടുവിരലിലും മോതിര വിരലിലും വീക്കവും വേദനയും അനുഭവപ്പെടുക എന്നാണ്. lacerated wound 1x2 cm web space of fourth finger of right hand എന്നാൽ മോതിര വിരലിന്റെയും ചെറുവിരലിന്റെയും ഇടയിലുള്ള ഭാഗത്ത് ഏകദേശം 1x2 സെന്റിമീറ്റർ വലുപ്പമുള്ള ഒരു മുറിവും സംഭവിച്ചിട്ടുണ്ട്. 4% പെർമനന്റ് ഡിസബിലിറ്റി രേഖപ്പെടുത്തിയ ഒരു ഗവൺമെന്റ് ഡോക്ടർ ഇഷ്യൂ ചെയ്ത ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കി. ഇഷ്യൂ ചെയ്ത ഡോക്ടറിനെ കോടതിയിൽ വിസ്തരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് കോടതി 2% ഡിസബിലിറ്റി പരിഗണിച്ചു. 2 ദിവസം ആശുപത്രിയിൽ കിടന്ന് ചികിത്സിക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. 18,603 രൂപയുടെ മെഡിക്കൽ ബില്ലുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇവയുടെ വെളിച്ചത്തിൽ കോടതി അവാർഡ് പാസാക്കി. അനുവദിച്ച കോമ്പൻസേഷൻ എത്രയാണ് എന്ന് നോക്കാം. കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ഏർണിംഗ്സ് ഡ്യൂറിംഗ് ട്രീറ്റ്മെന്റ് 75,000 രൂപ ക്ലെയിം ചെയ്തു. 23,000 രൂപ കോടതി അനുവദിച്ചു. അതായത് 11,500 രൂപ വീതം 2 മാസം. അടുത്തത് ട്രാൻസ്പോർട്ട് ഹോസ്പിറ്റലാണ്. 15,000 രൂപ ക്ലെയിം ചെയ്തു. 3,000 രൂപ കോടതി അനുവദിച്ചു. അടുത്തത് ഡാമേജ്ഡ് ക്ലോത്തിങ് ആൻഡ് ആർട്ടിക്കിൾസ് ആണ്. 3,000 രൂപ ക്ലെയിം ചെയ്തു. 1,000 രൂപ കോടതി അനുവദിച്ചു. അടുത്തത് എക്സ്ട്രാ നരിഷ്മെന്റ് ആണ്. 50,000 രൂപ ക്ലെയിം ചെയ്തു. 2,000 രൂപയാണ് കോടതി അനുവദിച്ചത്. അടുത്തത് മെഡിക്കൽ ബിൽസ് ആണ്. 1,00,000 രൂപ ക്ലെയിം ചെയ്തു. ആക്ച്വൽ മെഡിക്കൽ ബിൽസ് ആയ 18,603 രൂപ കോടതി അനുവദിച്ചു. അടുത്തത് ബൈസ്റ്റാൻഡർ എക്സ്പെൻസ് ആണ്. 20,000 രൂപ ആണ് ക്ലെയിം ചെയ്തത്. കോടതി 2,800 രൂപ അനുവദിച്ചു. അടുത്തത് ഫ്യൂച്ചർ ട്രീറ്റ്മെന്റ് 1,00,000 രൂപ ക്ലെയിം ചെയ്തു. എന്നാൽ കോടതി അതിൽ ഒന്നും അനുവദിച്ചിട്ടില്ല. കാരണം ഫ്യൂച്ചർ ട്രീറ്റ്മെന്റ് ആവശ്യമാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഒന്നും കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അടുത്തത് കോമ്പൻസേഷൻ ഫോർ പെയിൻ ആൻഡ് സഫറിങ്സ് 1,00,000 രൂപ ക്ലെയിം ചെയ്തു. കോടതി 50,000 രൂപ അനുവദിച്ചു. അടുത്തത് കോമ്പൻസേഷൻ ഫോർ കണ്ടിന്യൂയിങ് ഓർ പെർമനന്റ് ഡിസബിലിറ്റി ആൻഡ് ഡിസ്ഫിഗറേഷൻ 2,00,000 രൂപ ക്ലെയിം ചെയ്തു. 13,800 രൂപ കോടതി അനുവദിച്ചു. അടുത്തത് കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് അമ്യൂണിറ്റീസ് ഇൻ ലൈഫ് 50,000 രൂപ ക്ലെയിം ചെയ്തു. കോടതി 25,000 രൂപ അനുവദിച്ചു. അങ്ങനെ ആകെ ക്ലെയിം ചെയ്തത് 15,00,000 രൂപയാണ്. കോടതി അനുവദിച്ചത് 1,39,205 രൂപയും 8% പലിശയും കോസ്റ്റും ആണ്. ശ്രദ്ധിക്കുക, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഡിസബിലിറ്റി ഉള്ള എല്ലാ കേസുകളിലും പ്രായം കുറയുന്നതിനനുസരിച്ച് പെർമനന്റ് ഡിസബിലിറ്റിയുടെ ഹെഡില് കോമ്പൻസേഷൻ കൂടുതൽ ലഭിക്കുമെന്ന്. അതിനനുസരിച്ച് ടോട്ടൽ കോമ്പൻസേഷനും വർദ്ധിക്കുന്നതാണ്. അതോടൊപ്പം ഡിസബിലിറ്റി പെർസെന്റേജ് കൂടുന്നതിനനുസരിച്ച് ഈ ഹെഡിലും അങ്ങനെ ടോട്ടൽ കോമ്പൻസേഷനിലും വർധനവ് ഉണ്ടാകുന്നതാണ്. താങ്ക് യു.